ഉറങ്ങാൻ നേരത്തെ ബിസ്മിക്ക റബ്ബി വലതു ജംബി എന്നുള്ള ദിക്ർ വിശദീകരിച്ചിട്ടുള്ള സമയമാണെങ്കിൽ, ക്ലാസ് ആണെങ്കിൽ ഇതിൽ മുക്കാഭാഗം ആൾക്കാർക്കും ക്ലാസ് പിടിക്കൂല. എന്താ പറയുക, അതല്ല പണ്ടേ അറിയുന്ന ദിക്റല്ലേ. കാരണം ഈ യൂട്യൂബും ഓൺലൈൻ മജ്‌ലിസൊക്കെ വന്നതിന് ശേഷം എല്ലാവർക്കും പുതിയ എന്തെങ്കിലും വേണം. ഇപ്പൊ എൻ്റെ ഈ ക്ലാസ്സിന് ക്ലിക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ആരും പറയാത്ത സമയം ബുധനാഴ്ച വൈകുന്നേരം 5:38 ഒരാളും പറയാത്ത എണ്ണം 123 തവണ, ഒരാളും ഇതുവരെ ചെല്ലാത്ത സുബ്ഹാനല്ലദീ കഞ്ച ഹർഷുഹു അൽമിൽ അസ്സമാവാതി വൽ അർദ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലേ മൊത്തം എൻ്റെ വീക്കിൽ SLC ആയിട്ട് ഓട്ടോഗ്രാഫ് എഴുതുന്ന മതി ദിക്ർ പറഞ്ഞു നിൽക്കും. ഉറപ്പ്. എന്തൊരു കഷ്ടം നമ്മുടെ ഈ പുതിയ കാലം, എന്തൊരവസ്ഥ. ഇതാണോ സുന്നത്തെ മാറ്റം? അല്ല. ടോയ്ലറ്റിൽ പോകുമ്പോ ചൊല്ലേണ്ട ദിക്ർ മര്യാദക്കില്ല. ഖുർആനിലില്ലേ വദ്ദാക്കിരീന അല്ലാഹ കതീറൻ വദ്ദാക്കിറാത്ത്, കൂടുതൽ ദിക്റില്ലെന്ന് ഒരിക്കൽ സ്വർഗ്ഗമുണ്ട് എന്നാണ് ആയത്ത് പറയുന്നത്. അവിടെ ഇബ്നു സ്വലാഹ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നതാണ് ഈ കൂടുതൽ ദിക്റില്ല എന്ന് പറഞ്ഞാൽ എത്ര? 1000, 10,000, 2000. എന്താണ് ഈ കൂടുതൽ ദിക്റില്ല എന്ന് പറഞ്ഞാൽ? അതിന് മഹാന്മാര് പറഞ്ഞെന്താ അറിയോ? ചൊല്ലാൻ നിർദ്ദേശം വന്ന സ്ഥലത്ത് ദിക്റൊക്കെ ചൊല്ലിയാൽ മതി. രാവിലെ ചൊല്ലാൻ, വൈകുന്നേരം ചൊല്ലാൻ, പള്ളി കയറുമ്പോൾ, ടോയ്ലറ്റിൽ കയറുമ്പോൾ, ഉറങ്ങാൻ നേരത്ത്, ഉറക്കത്തുനിന്ന് ഉണരുമ്പോൾ ഈ ദിക്റൊക്കെ ചൊല്ലലാണ് ഈ കൂട്ടൽ ദിക്റില്ല എന്ന് പറയുന്നത്. അല്ലാതെ ഒരു മൂലക്ക് ഇരുന്നിട്ട് തസ്ബീഹ് മാല കൗണ്ട് എടുത്തിട്ട് കുറേ ദിക്റില്ല എന്നാണോ ഈ ആയത്തിന്റെ അർത്ഥം? നോ, അല്ല. പിന്നെ കറക്റ്റ് ചൊല്ലാൻ നിർദ്ദേശിച്ച പള്ളി കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, പുതിയ വസ്ത്രം ധരിക്കും, ഭക്ഷണം കഴിക്കുമ്പോൾ, കഴിച്ചു കഴിഞ്ഞാൽ, വെള്ളം കുടിക്കുമ്പോൾ, കുടിച്ചു കഴിഞ്ഞാൽ, ഇതാണ് ഈ കൂടുതൽ ദിക്റില്ല. അങ്ങനെ ചെല്ലിയാൽ തന്നെ എത്ര സുന്നത്ത് നമുക്ക് എടുക്കുന്നുണ്ട്, എത്ര സുന്നത്തുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല്, ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോ ഏത് കാലം എടുത്തു നോക്കണ്ടേ? വലത് കാലം. ഒരു പക്ഷെ നമ്മൾ ആഖിറത്തിലെത്തുമ്പോ 49 നന്മയും 51 തിന്മയായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ആ സുന്നത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ആഖിറത്തിലുണ്ടാവുക. ഒരാള് പരലോകത്ത് നന്മ തിന്മ തൂക്കപ്പെടുന്ന സമയത്ത് അയാളെ നന്മ കുറച്ച് കുറവായി, അയാൾ പരാജയപ്പെട്ടു എന്ന് ഉറപ്പിച്ചു. അപ്പോഴാണ് അയാൾ ഒരു മുസ്ലിമിന്റെ കബറടക്ക നേരത്ത് മിൻഹാ ഖലഖനാകുന്ന മറ്റു ഇട്ട മണ്ണ് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്നത് ഒരു സുന്നത്ത്. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു സുന്നത്തിനെയും ഒരു നന്മനെയും ചെറുതായി കാണാൻ പാടില്ല. കാണരുത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം.